നമുക്കറിയാം ഈശോ ധരിച്ചിരുന്ന സാധാരണ വസ്ത്രമാണ്. ആ വസ്ത്രത്തിന് എന്താ സംഭവിച്ചത്? ഈശോയുടെ മഹത്വം ആ വസ്ത്രത്തെ ഒക്കെ കടന്നുപോയി. ഒരലക്കുകാരന് വെളുപ്പിക്കാൻ സാധിക്കാത്ത വിധം അവിടുത്തെ വസ്ത്രങ്ങൾ ധവളമായി എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ പണ്ടൊക്കെ ഉജാല മുക്കാറുണ്ടായിരുന്നു. ചിലർക്ക് സ്റ്റിഫ് ആൻഡ് ഷൈൻ മുക്കും. ഇങ്ങനെയൊക്കെ യജമാനി വെള്ളം ഉടുപ്പൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ചിലർ വേറെ എന്തൊക്കെ സാധനങ്ങളൊക്കെ കലർത്തി ഉടുപ്പിനൊക്കെ കളർ വെപ്പിക്കാറുണ്ട്. ഒരലക്കുകാരനും അലക്കാൻ സാധിക്കാത്ത വിധം അങ്ങ് വെളുപ്പിച്ചെടുത്ത് കർത്താവിന്റെ വസ്ത്രം. താരാ വെളുപ്പിച്ചത്? ദൈവം ഇടപെടുന്നതാണ്. ദൈവം ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ വസ്ത്രങ്ങളൊക്കെ വിശുദ്ധമാകും. വെളിപാടിന്റെ പുസ്തകത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്, കുഞ്ഞാടിന്റെ രക്തത്തിൽ വസ്ത്രം കഴുകി വെളുപ്പിച്ച വിശുദ്ധരുടെ കൂട്ടായ്മയിലേക്കാണ് ദൈവം നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. രക്തത്തിൽ കഴുകിയ വെളുപ്പോ? കറ പിടിക്കുമല്ലേ ഉള്ളൂ. പക്ഷെ ദൈവം കഴുകിയ വെളുപ്പില്ല, നമ്മൾ കഴുകിയ കറയായി പോലേ. ദൈവമാണ് കഴുകുന്നത്. ദൈവത്തിന്റെ വിശുദ്ധിയിൽ നമ്മളെ കഴുകി വെളുപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വസ്ത്രങ്ങളൊക്കെ വെളുക്കും, വെണ്മയുള്ളതാകും. അടുത്ത ഒരു ചിന്ത എന്ന് പറയുന്നത്, ദൈവത്തിന്റെ മഹത്വത്തിൽ എങ്ങനെയാണ് നമുക്ക് പങ്കുചേരാൻ സാധിക്കുന്നത്? നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ല. എല്ലാവരും പറയും, ഞാൻ സാധാരണ മനുഷ്യനാണ്, സാധാരണ പുരുഷനാണ്, സാധാരണ സ്ത്രീയാണ്, എനിക്ക് പ്രശ്നങ്ങളുണ്ട്, കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. ഇതിനെയൊക്കെ വിശദീകരിക്കാൻ, മഹത്വപ്പെടുത്താൻ, ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് ചേർത്ത് വെക്കാനായിട്ട് നമ്മളെല്ലാം ദൈവം പിടിച്ചിട്ടുണ്ട്. ഈ നോമ്പുകാലം അതിന്റെയൊക്കെ വിളിയാണല്ലേ? നോമ്പുകാലം അതിന്റെ വിളിയാണ്. ശിഷ്യന്മാരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കർത്താവ് എന്തിനാണ് ഈ മഹത്വം കാണിക്കാൻ കൊണ്ടുപോയത്? അവര് നിരാശപ്പെട്ടു പോകരുത്. കാരണം ഈ മഹത്വീകരണം ഉത്ഥാനത്തിന്റെ വലിയ തെളിവാണ്, അടയാളമാണ്, അതിന്റെ മുന്നാസ്വാദനമാണ്. കർത്താവ് മഹത്വീകൃതനായി കാണപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കർത്താവിന് വേണ്ടി ആയിരുന്നില്ല. കർത്താവിന് ബോഡി ഷോ നടത്താൻ വേണ്ടി ഒന്നും അവരെ കൊണ്ടുപോയതല്ല. മറിച്ച് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്താനും ശക്തിപ്പെടുത്താനും ഉത്ഥാനത്തിന്റെ വലിയ രഹസ്യത്തിൽ അവരെ പങ്കുചേർക്കാനും വേണ്ടിയിട്ടാണ് അവരെ അങ്ങോട്ട് കൊണ്ടുപോയത്. അങ്ങനെ താബോറിലെ മഹത്വം കണ്ടവര് കാൽവരിയിലെ സഹനം കണ്ട് പതറിപ്പോകരുത്. അങ്ങനെ അവരെ ആത്മീയമായിട്ട് ശക്തിപ്പെടുത്തി വിശദീകരിച്ച് ദൈവ മഹത്വത്തിന്റെ ആ വലിയ ആ അടയാളങ്ങൾ അവരെ കാണിച്ചുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് ശിഷ്യന്മാരെ പതുക്കെ പതുക്കെ കർത്താവ് വളർത്തുന്നത്. ആത്മീയമായിട്ടുള്ള ഈ ഒരുക്കം അത് പടിപടിയായിട്ട് കടന്നു പോവുകയാണ്. നമ്മളും ദൈവ മഹത്വം കാണേണ്ടവരാണ്. നമ്മളും പുനരുത്ഥാനത്തിൽ പങ്കുചേരേണ്ടവരാണ്. കർത്താവിന്റെ പുനരുത്ഥാനത്തിൽ പങ്കുചേരണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റം വരണം. നമ്മുടെ ശരീരങ്ങൾ ഇതുപോലെ ഇരുന്നാൽ മതിയോ? വസ്ത്രങ്ങൾ ഇതുപോലെ ഇരുന്നാൽ മതിയോ? പോരാ. അത് വെണ്മയുള്ളതാകണം. നമ്മുടെ മുഖങ്ങൾ പ്രകാശിക്കണം, വസ്ത്രങ്ങൾ വെണ്മയുള്ളതാകണം. അങ്ങനെ വസ്ത്രമില്ലാത്തവരെ അവിടെ ചിലപ്പോൾ പറയും, ഇത് വിവാഹ വസ്ത്രമില്ലാത്തവരാണ്, മാറിപ്പോക്കോ അല്ലേ? അവരെ എങ്ങോട്ടാണ് വിടുന്നത്? കുറച്ച് അന്ധകാരത്തിലേക്ക് പറഞ്ഞു വിടും. അതുകൊണ്ട് വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർക്ക് അതിൻ്റെതായിട്ടുള്ള വസ്ത്രം വേണം, വിവാഹത്തിന്റെ വസ്ത്രം വേണം. വിവാഹത്തിന്റെ മുമ്പ് ഞങ്ങൾ വായിച്ചു വരുന്നതല്ലേ? വിവാഹ വസ്ത്രം വേണം. നമ്മുടെ വസ്ത്രങ്ങളൊക്കെ നല്ല ദൈവത്തിന്റെ ആ വിരുന്നിന് പങ്കുചേരാൻ തക്ക യോഗ്യതമായ രീതിയിൽ ഒരുക്കിക്കൊണ്ടുവരണം. അപ്പോഴാണ് ആ വിരുന്നിൽ പങ്കുചേരാൻ നമുക്ക് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മഹത്വം കണ്ട ശിഷ്യന്മാർക്ക് വലിയ മാറ്റമുണ്ടായി. അതെന്താ പറയുന്നത് അവർക്ക് പിടികിട്ടിയില്ല. 3 കൂടാരം ഉണ്ടാക്കാന്ന് പറഞ്ഞു. അവർക്ക് കൂടാരം വേണ്ടേ? അവരുടെ കാര്യത്തിൽ മറന്നുപോയി. ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്ന മനുഷ്യർ തങ്ങളെ തന്നെ മറക്കും. അവർ ദൈവത്തെ കുറിച്ച് ചിന്തിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് ശ്രമിക്കും. ശിഷ്യന്മാരുടെ ജോലി സംഭവിക്കുന്നതാണ്. അവരെ ആർക്കും തടസ്സപ്പെടുത്താൻ സാധിച്ചില്ല. അവരെ ശിക്ഷിച്ചപ്പോൾ, അവരെ പ്രഹരിച്ചപ്പോൾ, അവരെ അവമാനിച്ചപ്പോൾ, അവരെ പട്ടിണിക്കിട്ടപ്പോൾ, അവരെ ജയിലിട്ടപ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിനു വേണ്ടി ഇതെങ്കിലും ചെയ്യാൻ സാധിക്കുന്നല്ലോ എന്നോർത്ത് അവർ ആഹ്ലാദിക്കുന്നു. പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സഹനത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ സഹനത്തിലൂടെ ഞാൻ നികത്തുന്നു. പ്രിയമുള്ളവരെ, ആ മനുഷ്യന്റെ ആത്മാർത്ഥത ഓർമ്മയ്ക്ക് ക്രിസ്തുവിന്റെ സഹനവും ക്രിസ്തുവിന്റെ ബലിയും പൂർണ്ണമാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ് പൗലോസ്. എന്നിട്ട് പറയുകയാണ്, ക്രിസ്തുവിന്റെ സഹനത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഈ കുഞ്ഞു മനുഷ്യന്റെ സഹനത്തിലൂടെ അത് പരിഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്ര തീഷ്ണതയോടെ, അത്ര ആത്മാർത്ഥതയോടെ ജീവിക്കാനായിട്ട് ശിഷ്യന്മാർക്ക് സാധിച്ചെങ്കിൽ അത് ഈ ഉത്ഥാനത്തിന്റെ ദൈവമഹത്വത്തിന്റെ അനുഭവം ഉണ്ടായത് കൊണ്ടാണ്.